Good morning. Good morning, all of Good you. morning, ma'am. Good morning. Good morning. Okay. Good morning, ma'am. Good morning. Good morning. Good morning, Miss. Good morning. So let's start. Ready, all of you? Yes, ma'am. Okay. So in the last class, we have already started a new chapter in module 3. That is disaster management. അല്ലേ ഓർമ്മയുണ്ടോ നമ്മൾ അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഫ്രൈഡേയിൽ നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അടുത്ത ചാപ്റ്റർ ആയിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്, അതാണ് നമ്മുടെ ഉദ്ദേശം പഠിക്കാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡ്യൂറിംഗ് ദ ഡിസാസ്റ്റർ പീരീഡ് there will be an influx of patients to the hospitals. നമുക്കറിയാം ഡിസാസ്റ്റർ ഓക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഒരു ഇൻഫ്ലക്സ് ആണ്. അത് പേഷ്യൻസ് ഒന്നോ രണ്ടോ പേര് വെച്ച് വരികയല്ല, ഒരു ഒഴുക്കായിരിക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒഴുക്ക് ഹോസ്പിറ്റൽസിലേക്ക് വരും. സോ ദേ ഹാവ് ടു മാനേജ് ഈച്ച് ആൻഡ് എവറി പേഷ്യൻസ്. അവിടെ വരുന്ന എല്ലാവരെയും മാനേജ് ചെയ്യപ്പെടണ അവർക്ക് എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കി. ഒന്ന് സൗണ്ട് ഓഫ് ചെയ്തോട്ടെ, സൗണ്ട് ഓഫ് ചെയ്ത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ പേഷ്യൻസിനെ അവർക്ക് കഴിയാവുന്ന രീതിയിൽ they have to എന്താ പറയാ പ്രൊട്ടക്ട് their lives. തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ജീവൻ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ വരുന്ന എല്ലാ പേഷ്യൻസിനെയും അവര് വേണ്ട രീതിയിലുള്ള കെയർ കൊടുത്ത് ട്രീറ്റ് ചെയ്യുക. എന്തൊക്കെ എമർജൻസി സിറ്റുവേഷൻ ആണോ അതിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി ലൈഫിനെയും സേവ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റി. സോ അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു വലിയൊരു എന്താ പറയാ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ ഒരു വലിയ റോൾ തന്നെയാണ് വഹിക്കാനുള്ളത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് മെൻഷൻഡ് ദർ. ബട്ട് നമുക്ക് പറയാം ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡ്യൂറിംഗ് ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്, മനുഷ്യന്മാര് അല്ലെങ്കിൽ മനുഷ്യരുണ്ടായ കാലഘട്ടങ്ങളിലേക്ക് തുടങ്ങി. ഭൂമി ഓൾറെഡി നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് കുറെ കഴിഞ്ഞിട്ടാണ് എന്താ പറയാ ലൈഫ് എന്ന് പറയുന്നത് ഭൂമിയിൽ ഉടലെടുത്തത്. അപ്പൊ അതിന് മനുഷ്യ ജീവനിലേക്ക് വന്നു കഴിഞ്ഞപ്പോ മാൻകൈൻഡിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ എന്തുണ്ട്, പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല ഡിസാസ്റ്റർ ആയിട്ട് വരിക. ഫ്ലഡ് ഉണ്ട്, അതുപോലെ തന്നെ എർത്ത്ക്വേക്ക്, സുനാമി, പിന്നെ എന്താ പറയാ വാർ, അല്ലെ, ഒക്കറൻസ് ഓഫ് വാർ, ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ആണ്. ലാൻഡ് സ്ലൈഡ്, അല്ലെ, ഇനിയും നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സിനെയും ഫേസ് ചെയ്യാൻ നമ്മളെല്ലാവരും എപ്പോഴും എന്താ പറയാ ഒരുങ്ങിയിരിക്കുക. പ്രിപ്പയർഡ്നെസ്, ദാറ്റ് ഈസ് ദ തിങ്. പ്രിപ്പയർഡ്നെസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെ, ഇഫ് യു ആർ പ്രിപ്പയർഡ് ഫോർ സംതിങ് when it comes, അല്ലെങ്കിൽ നമുക്ക് അറിയാം ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷനിലൂടെ ഇഫ് യു ആർ ഗോയിങ് ത്രൂ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ നോട്ട് അഫക്ട് us more, അല്ലെ, അധികമായിട്ട് നമ്മളെ അത് അഫക്ട് ചെയ്യില്ല. ഇഫ് വി ആർ പ്രോപ്പർലി പ്രിപ്പയർഡ്, നമ്മൾ അതിന് ഒരുങ്ങുകയാണെങ്കിൽ. പക്ഷെ ഇഫ് വി ആർ നോട്ട് പ്രിപ്പയർഡ്, ആക്സിഡന്റലി when it comes into our life, ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആക്സിഡന്റലി ആണ് വരുന്നതെങ്കിൽ എന്തുണ്ടാകും, we will have to lose something, അല്ലെ. നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ലൈഫുകൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ മണി, അതുപോലെ തന്നെ മറ്റു മെറ്റീരിയൽസ്, മെഷീനറീസ്, അത് ഇക്കണോമിക്കൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാകും. മനുഷ്യ ജീവനുകളും അപകടത്തിലാകും, അല്ലെങ്കിൽ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ എല്ലാവരും ഒരുങ്ങിയിരിക്കണം എപ്പോഴും. ഇന്നത്തെ കാലത്ത് നമുക്കിനി ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. വാട്ട് നെക്സ്റ്റ് മെമ്മന്റ് എന്താ നടക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇത് അഫക്ട്സ് എവറി കമ്മ്യൂണിറ്റി.
അത് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രദേശത്ത് മാത്രം വരുള്ളൂ എന്ന് വിചാരിക്കാൻ പറ്റില്ല. പണ്ട് നമ്മളും അങ്ങനെ വിചാരിച്ചിരുന്നു. വെള്ളപ്പൊക്കമൊക്കെ അവിടെ ആ നാട്ടിലല്ലേ, ഒറീസയിലല്ലേ, അല്ലെ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലല്ലേ, അവിടെയൊക്കെയാണ് വെള്ളപ്പൊക്കം, ഇവിടെ ഒന്നും വെള്ളപ്പൊക്കം വരില്ല എന്ന ഒരു മട്ടും ഭാവമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കുറച്ച് ഒരു 2-3-4-5 വർഷം പിറകിലേക്ക് നോക്കി കഴിയുമ്പോ. പക്ഷെ അതിനുശേഷം വി ആർ ഓൾ അലേർട്ട് അല്ലെ, നമ്മളെല്ലാവരും ഭയങ്കര ജാഗ്രതയിലാണ്. ഓരോ മഴക്കാലം മൺസൂൺ സീസൺസ് ഒക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അലേർട്ട് ആയിട്ടിരിക്കും. കാരണം എപ്പോ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരാം. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ നമ്മുടെ തിങ്സിന് ഒക്കെ നശിച്ചു പോകാൻ നമ്മൾ അതിനെയൊക്കെ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റാനും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങൾക്ക് ഒരുക്കും ചില ആളുകളൊക്കെ. ഇപ്പൊ അങ്ങനെയാണ്. കാരണം ഇത് പ്രോസസ് മോണിറ്ററി ഡാമേജ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് അത് ഡാമേജ് കൊണ്ടുവരുന്നത്. ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ മോണിറ്ററി ഡാമേജ്, നഷ്ടം വരുന്നു. മെനി പീപ്പിൾസ് വിൽ ബി കിൽഡ് അല്ലെ, ഒരുപാട് ആളുകൾ മരണം സംഭവിക്കുന്നു. അതായത് ഡെത്ത് റേറ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ സഫറിങ്സ്. ഈ ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ദുരന്തങ്ങളിൽ നിന്നുണ്ടാകുന്ന സഹനങ്ങളില്ലേ, അത് അതിനേക്കാൾ കഷ്ടമാണ്. ദുരന്തമൊക്കെ വന്ന് ചിലപ്പോ 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ഇപ്പൊ ലാൻഡ്സ്ലൈഡ് പോലെയൊക്കെ ദുരന്തമൊക്കെ ആണെങ്കിൽ ഓൺലി ഫോർ ഫ്യൂ സെക്കൻഡ്സ്, വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ആ ഒരു സംഭവം ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് നമുക്ക് പെട്ടെന്നൊന്നും നികത്താൻ പറ്റുന്നതല്ല. അതിൽ നിന്നും ഉണ്ടാകുന്ന സഫറിങ്സ്, ഇക്കണോമിക് ലോസസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുടേതായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെ, ഇതൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. സോ ഡിസാസ്റ്റേഴ്സ് ഇക്കണോമിക്കലി സോഷ്യലി എല്ലാവരെയും അങ്ങോട്ട് നശിപ്പിച്ചെടുക്കും അല്ലെ. അതായത് സാമൂഹ്യപരമായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള വലിയ വലിയ നഷ്ടങ്ങളാണ് ഇത് കൊണ്ടുവരാം. സി യു ജസ്റ്റ് ഇമാജിൻ ഓഫ് എ പുവറസ്റ്റ് കൺട്രി. ഇത് വലിയ കുഴപ്പമില്ല, എന്താ പറയുക, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഒക്കെ ആണെങ്കിൽ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. പെട്ടെന്നൊക്കെ ചില എന്താ പറയാ പതുക്കെ നമുക്ക് അതിന്റെ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ യു ജസ്റ്റ് ഇമാജിൻ ഓഫ് പുവറസ്റ്റ് കൺട്രീസ്, വളരെ എന്താ പറയുക പാവപ്പെട്ട ദരിദ്രമായിട്ടുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ സിറ്റുവേഷൻ ഇതുപോലെയുള്ള വലിയ നാശനഷ്ടങ്ങൾ, ദുരന്തങ്ങൾ അവര് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ പിന്നെ അവർക്ക് അതിനെ വീണ്ടും അതിൽ നിന്നും ഒരു എന്താ പറയാ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെ, അത് പെട്ടെന്നൊന്നും സാധ്യമാകില്ല അല്ലെ. അവർക്ക് അതിന്റെ ആഘാതങ്ങള് ഒരുപാട് കാലങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ ഒരുപാട് അവർക്ക് അതുമായിട്ട് കയറി ആ ഒരു ദുരന്തത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അതുകൊണ്ടുണ്ടായ പല കാര്യങ്ങളും അവർ ഫേസ് ചെയ്ത് ജീവിതം തള്ളി നീക്കേണ്ടി വരും അല്ലെ. പിന്നീട് അവർക്ക് അതിൽ നിന്നൊരു ഉയർച്ച ഉണ്ടാക്കുമെന്ന് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടൊക്കെ നിൽക്കും. അപ്പൊ ഡിസാസ്റ്റർ ഹാവ് ടു ബി മാനേജ്ഡ് പ്രോപ്പർലി, മോസ്റ്റ്ലി ഇൻ ഹോസ്പിറ്റൽസ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യപ്പെടണം. ബിക്കോസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ മീൻസ് അറേഞ്ച്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്. നമുക്ക് നമ്മുടെ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ആ ഡിസാസ്റ്ററിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മളുടെ എന്തൊക്കെ റിസോഴ്സസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള റിസോഴ്സസ് കൂടാതെ മറ്റു മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, അങ്ങനെയുള്ള റിസോഴ്സസ് ഇതെല്ലാം നമ്മൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോകൂലേ. അപ്പൊ അതിനുവേണ്ടിയുള്ള പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. ആൻഡ് ഓൾസോ റെസ്പോൺസിബിലിറ്റീസ്. മാത്രമല്ല ഈ വസ്തുക്കളൊക്കെ നശിച്ചു പോകും എന്നുള്ളതിന്റെ ഒപ്പം തന്നെ വി ഹാവ് ടു കൺസിഡർ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയുന്നത് മനുഷ്യത്വം അല്ലെ, ഒരു മാനുഷിക പരിഗണന. മനുഷ്യന്മാരുടെ ജീവനും വളരെയധികം എന്തുണ്ട്, വിലയുണ്ട് അല്ലെ. ഈച്ച് ആൻഡ് എവറി പീപ്പിൾ, ഓരോരുത്തരുടെയും ജീവന്, എല്ലാവരുടെയും ജീവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആണ്. അത് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. അവിടെ വലിയ ആളുകളുടെ അല്ലെങ്കിൽ വലിയ പണക്കാരുടെ എന്താ പറയാ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ ലൈഫ് ഒരു രീതിയിലും എന്താ പറയാ ഭയങ്കരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ജീവന് വേറെ രീതിയിലും വിലയാണോ കൊടുക്കുക? അല്ല, എല്ലാവരുടെയും ജീവൻ എന്ന് പറയുന്നത് ഈക്വലി വാല്യുബിൾ ആണ്. എല്ലാവർക്കും ഒരുപോലത്തെ ജീവനാണ്. അപ്പൊ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ റിസോഴ്സ് ആൻഡ് ഓൾസോ ദ റെസ്പോൺസിബിലിറ്റീസ് ടു ഡീൽ വിത്ത് ദ ഹ്യൂമാനിറ്റേറിയൻ. ആ മനുഷ്യന്മാരെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം എന്നുള്ള ആസ്പെക്ട്സ് ഒക്കെ at the time of emergency, ഇത്തരം അത്യാഹിതമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആൻഡ് അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ആൻഡ് ഓൾസോ വി ഹാവ് ടു റെസ്പോൺസ്. ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതിന് അത്തരം ഡിസാസ്റ്ററുകളൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതിനെ അനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം, റെസ്പോണ്ട് ചെയ്യണം. നോക്കിയിരുന്ന വലിയ പൊക്കമൊന്നും പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. അവിടെ നമ്മൾ നഷ്ടങ്ങൾക്ക് കൂടുതൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ജീവൻ നഷ്ടപ്പെടാം,
മറ്റു വസ്തുവകകൾ നഷ്ടപ്പെടാം. അതിനേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഇതിന് റെസ്പോണ്ട് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു ഓൾസോ റിക്കവർ ഫ്രം ഇറ്റ്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റിക്കവർ ചെയ്യാനായിട്ട് പറ്റണം. സോ ദാറ്റ് ഇറ്റ് ക്യാൻ റിഡ്യൂസ് ദ ഇഫക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. അങ്ങനെ നമുക്ക് ഡിസാസ്റ്ററിന്റെ ഇഫക്റ്റുകളൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാനൊക്കെ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതലും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ജസ്റ്റ് അണ്ടർലൈൻ ദ സെന്റൻസസ് എന്ന് പറയുന്നത് വേഗം അണ്ടർലൈൻ ചെയ്യാട്ടാ. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. Disasters have been existence ever since the history of mankind and have molded the destiny of earth and its people. ഒരുവിധ എല്ലാവർക്കും ഇന്ന് ഡിസാസ്റ്ററുകളെ അറിയാം. അവര് ഓൾറെഡി മോൾഡഡ് ആയി, മീൻസ് അതില് എന്താ പറയാ, അങ്ങനെ മനസ്സിലാക്കി തുടങ്ങി. എല്ലാ തരത്തിലുള്ള ഡിസാസ്റ്ററിനെയും മനുഷ്യന്മാര് ഫേസ് ചെയ്യാനായിട്ട് അവര് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഡിസാസ്റ്റർ തുടക്കം ഏത് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡിന്റെ അവിടെ തുടങ്ങിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് അതില് എന്താണ് പക്വത പ്രാപിച്ചു അല്ലെ, ഡിസാസ്റ്ററിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളതൊക്കെ. അടുത്ത സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആയി. ഒരു ചെറിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ. ആ ഒരു ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ബോൾഡ് ആയിട്ടിരിക്കുന്ന ഭാഗം മാത്രം. That means disaster management can be defined as the organization and management of resources and the responsibilities for dealing with humanitarian aspects of emergencies. അതായത് മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകളാണ്. എമർജൻസി സിറ്റുവേഷനിൽ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ നമ്മളുടെ റിസോഴ്സസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തിനെ സംബന്ധിക്കുന്നത്, എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? ഒരു പാരഗ്രാഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്, ഞാൻ ജസ്റ്റ് അന്ന് പറഞ്ഞ ലാസ്റ്റ് നിർത്തിയതായതുകൊണ്ട് ഒന്നുകൂടി എടുത്ത് പറഞ്ഞോളൂ മാത്രം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ഒരു ഡെഫിനിഷൻ നമ്മളുടെ ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസാസ്റ്ററിനെ സംബന്ധിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡെഫിനിഷനിൽ അവർ പറയുന്നത് എനി ഓക്കറൻസ് ദാറ്റ് കോസസ്, അതായത് ഈ താഴെ പറയുന്ന ചില കാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെയൊക്കെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുക. ഈ താഴെ പറയുന്ന ചില കാരണങ്ങളാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്ന്, that is called a disaster എന്നാണ് ആര് പറയുന്നത്, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് പറയുന്നത്? ഡാമേജ്, നഷ്ടം അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാകുന്നു. ഡിസ്റപ്ഷൻ, തടസ്സങ്ങൾ, പല കാര്യങ്ങൾക്കും നമുക്കറിയാം. ആഫ്റ്റർ ഡിസാസ്റ്റർ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം there will be disruption in every activities of the economy. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരുതരം ഡിസാസ്റ്റർ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശം ഉൾപ്പെടുന്ന ആ ഒരു കൺട്രിയിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടും. ബിസിനസ്സുകാർക്ക് തടസ്സം നേരിടും അല്ലെ, പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻസ് തടസ്സപ്പെടും, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ. അതാണ് ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ തടസ്സങ്ങൾ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. പിന്നെ ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് ഓൺ എ സ്കെയിൽ സഫിഷ്യന്റ് ടു warrant an extraordinary response from outside that affected community or area. ഇനി എന്താ ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താ, ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യത്തില് പലതരത്തിലുള്ള അനാരോഗ്യങ്ങൾ ആളുകൾ ഫീൽ ചെയ്യുന്നു. മാത്രമല്ല ഹെൽത്ത് സർവീസസിനെ പല രീതിയിൽ വളരെ ലാർജ് സ്കെയിൽ ആണ്. ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വൻതോതിൽ ഹെൽത്ത് കെയർ സർവീസസിനെ ഇത് ബാധിക്കുന്നു. കാരണം അവരുടെ കയ്യില് എന്താ പറയാ, ഇത്തരം എക്സ്ട്രാ ഓർഡിനറി ഒരു എന്താ പറയാ അധികമായിട്ടുള്ള ആളുകളെ കെയർ ചെയ്യാനുള്ള റിസോഴ്സസ് മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നു. ഇപ്പൊ നമുക്കറിയാം ഡിസാസ്റ്ററിൽ ഒക്കെ ഡിസാസ്റ്റർ വിക്ടിംസിനെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവരെ പരിപാലിക്കണമെങ്കിൽ, അവരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട റിസോഴ്സസ് മസ്റ്റ് ബി ദേർ. എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അത് ഏത് രീതിയിലുള്ള അപകടമാണോ, ഇപ്പൊ ലാൻഡ് സ്ലൈഡ് പോലെയല്ല, വെള്ളപ്പൊക്കത്തിൽ നിന്നുണ്ടാകുന്ന ചില ഡിസാസ്റ്ററിൽ അഫക്ട് ചെയ്തിരിക്കുന്നവരെ കൊണ്ടുവരുന്നത്. അതുപോലെ ആയിരിക്കില്ല എന്താ പറയാ ഭൂമികുലുക്കം, എർത്ത് വന്നു, എന്താ പറയാ വീടും മറ്റു കാര്യങ്ങളൊക്കെ ഇടിഞ്ഞു വീണിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾ. എല്ലാം നേച്ചർ ഒരുപോലെയല്ല അല്ലെ. കൊണ്ടുവരുന്ന വിക്ടിംസിന്റെ നേച്ചർ ഓഫ് അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് വിൽ നോട്ട് ബി സെയിം. എല്ലാം ഒരുപോലെ ഇല്ല. സോ ഏത് രീതിയിലുള്ള ഡിസാസ്റ്റർ ആണോ ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അവൈലബിൾ റിസോഴ്സസ് ഷുഡ് ബി ദേർ. സോ പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് ഈ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്തരം ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കുമോ? ഇല്ല. സോ ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് ആ ഒരു കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ, ആ ഒരു സമൂഹത്തെ, ആ ഒരു ഡിസാസ്റ്റർ വിക്ടിംസിനെ കൊണ്ടുവരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എന്താ പറയാ ലാർജ് സ്കെയിൽ, അതായത് ഒരുപാട് വലിയ തോതിൽ നമുക്ക്
എന്താ പറയാ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അത് ആ ആരോഗ്യം ഇല്ലാതാകുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥ, ഇതെല്ലാം ഇതിനൊക്കെ കാരണമാകുന്ന എന്തോ ഒന്ന്, അതാണ് എന്തെന്ന് വിളിക്കാൻ ഡിസാസ്റ്റർ എന്നാണ് WHO അഭിപ്രായം. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് കോസസ്? ഡാമേജ്, disruption, loss of human life, and deterioration of health and healthcare services on a large scale. Okay, മനസ്സിലായോ? നാലെണ്ണം അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഡിസാസ്റ്റർ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് WHO ആണ്. WHO പറയുന്നത് ഈ താഴെ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് ഡിസാസ്റ്റർ. ആ കാരണങ്ങളാണ് പറയുന്നത്. ഡാമേജ്, വലിയ നഷ്ടങ്ങള്. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യരാശിക്ക് വലിയ ജീവൻ നഷ്ടപ്പെടുന്നു വലിയ തോതില്. പിന്നെ ഡിസ്റപ്ഷൻ, തടസ്സങ്ങൾ, പല രീതിയിലുള്ള തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നു. ഡിറ്റീരിയോറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ സർവീസസ്, അതായത് നമ്മുടെ ആളുകളുടെ ആരോഗ്യത്തില് പല രീതിയിലുള്ള പോരായ്മകൾ വരുന്നു. ഇക്കോളജിക്കൽ ഡിസ്റപ്ഷൻ ആണ്. കുഴപ്പമില്ല, ഇക്കോളജിക്കൽ ഡിസ്റപ്ഷൻ ആയാലും കുഴപ്പമില്ല. അതായത് ഒരു ഇക്കോണമിയെ സംബന്ധിക്കുന്ന രീതിയിലുള്ള പല തടസ്സങ്ങളും. ശരി, ഡിസ്ക്രിപ്ഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ? ഇവിടുത്തെ ഇതിൽ അങ്ങനെ കൊടുത്താണ്, കുഴപ്പമില്ല, രണ്ട് സെയിം തന്നെ. എന്നാൽ ഇക്കോണമിക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും നേരിടുന്നു എന്നുള്ളതാണ് കേട്ടോ. അതായത് ഫിനാൻഷ്യൽ തടസ്സങ്ങൾ ഉണ്ടാകാം, ട്രാൻസ്പോർട്ടേഷൻ തടസ്സങ്ങൾ ഉണ്ടാകാം, ബിസിനസ് സംബന്ധമായിട്ടുള്ള തകർച്ചകൾ. നമ്മളുടെ ഇവിടെയൊക്കെ എന്താ പറയാ, വെള്ളപ്പൊക്കം വന്നു, 2018 വെള്ളപ്പൊക്കം വന്നു. എന്താ പറയാ, നമ്മള് ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പ്രിപ്പയർഡ്നെസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നേരത്തെ കൂട്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമെന്ന്. പക്ഷെ നമുക്കറിയാം ഇന്ന് ഒരു കാര്യം സംഭവിച്ചു, നമ്മൾ അതിനെ ഫേസ് ചെയ്തു. ഒരു കുറച്ചു ദിവസം കഴിയുമ്പോൾ മനുഷ്യന്റെ ഒരു രീതിയാണ്, നമ്മളതൊക്കെ മറക്കും ഇല്ലേ? മനുഷ്യൻ അങ്ങനെയാണ്, പലതും മറക്കും. മറക്കാനുള്ള കഴിവുകൾ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നത് ചില കാര്യങ്ങളിൽ നമുക്ക് നല്ലതാണ് അല്ലെ? മറന്നു പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മറക്കല്ല വേണം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം മനുഷ്യർക്ക് നല്ലതാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അത് നല്ലതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ 2018 വെള്ളപ്പൊക്കം വന്നു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുറിച്ച് ഓർക്കും. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യില്ല. അന്നത്തെ കാലമല്ലേ, ഇനിയൊന്നും അങ്ങനെ വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് വരുന്ന ഡിസാസ്റ്റേഴ്സ്, എന്തായാലും എല്ലാവരുടെയും എവിടെയെങ്കിലൊക്കെ കൊണ്ടുവന്ന് തട്ടിയിട്ടാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇനിയൊക്കെ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഈ പറയുന്ന എന്താ പറയാ, വെള്ളപ്പൊക്കം വന്നു, ഒത്തിരി വീടുകളുടെ പൊക്കത്തിൽ വരെ, ഫസ്റ്റ് ഫ്ലോർ മാത്രമൊക്കെ ഉള്ള വീടുകളുടെ പൊക്കത്തിൽ കൂടി വരെ വെള്ളം ഒഴുകിപ്പോയി. ദാറ്റ് മീൻസ് നമ്മൾ ഒന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഒന്നും എടുത്തു വെച്ചില്ല. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും നമ്മുടെ വീടുകൾ മാത്രമല്ല. ജസ്റ്റ് ഇമാജിൻ ഓഫ് ദ ബിസിനസ്, ഒത്തിരി ബിസിനസ് സംരംഭങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്സ് ഉണ്ട്, വെജിറ്റബിൾ ഷോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോസറി ഷോപ്സ് ഉണ്ട്, ഫുഡ് വെയർ ഷോപ്സ് ഉണ്ട്, TV മറ്റു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആരെങ്കിലും എടുത്തു വെച്ചിരുന്നോ? ഇതൊക്കെ എടുത്ത് പൊക്കത്തിലേക്കോ എവിടെ കൊണ്ടുവയ്ക്കാനാ അല്ലെ? അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വന്നത്. അപ്പൊ എന്ത് ചെയ്തെന്ന് ഒരുപാട് നഷ്ടങ്ങൾ ആ ഒരു സാധനങ്ങളൊക്കെ അതിനുള്ളില്. അതിനൊക്കെ പിന്നെ വെള്ളമൊക്കെ പോയി എന്ത് ചെയ്തു, അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതൊക്കെ വേസ്റ്റ് ആയി. പിന്നെ കാരണം ഈ വെള്ളത്തിനടിയിൽപ്പെട്ട മെഷീനറീസ് അല്ല, അല്ലാതെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അരി, പഞ്ചസാര, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് അത് എന്താ പറയാ, നമ്മൾ പറയും ചില വീടുകളിലൊക്കെ ഉണ്ടായ അനുഭവമാണ്. അരിയൊക്കെ കുതിർന്ന് 2-3 ദിവസം വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. പിറ്റേ ദിവസം നമുക്കറിയാലോ, നമ്മള് സാധാരണ കുറച്ച് അരിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ മാവൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്, ദോശയും മറ്റൊക്കെ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കറിയാം അന്നേരം നമ്മൾ ഇട്ട പോലത്തെ ഷേപ്പിലായിരിക്കും എടുത്തു വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും വലിയ വാതിൽ കൂട്ടുന്നത്
യെസ്. അപ്പൊ അത്രയും എന്താ പറയാ ഇത് മുഴുവൻ ആ വെള്ളത്തിന് അടിയിൽപ്പെട്ടു. പിന്നെ ഇതൊക്കെ നീക്കം ചെയ്യണം, ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറെ സമയപ്പെടും. സോ ആ ബിസിനസിന് പലതരത്തിലുള്ള നഷ്ടങ്ങൾ വന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒന്ന് എന്താണോ ആ സാധനം അതിനെയാണ് എന്ത് വിളിക്കാം, നമുക്ക് ഡിസാസ്റ്റർ എന്ന് വിളിക്കാന്നാണ് WHO പറയുന്നത്. സോ യു ജസ്റ്റ് അണ്ടർലൈൻ ആ സെന്റൻസ്. WHO defines disaster any occurrence that causes damage, disruption, ecological disruption ആണെങ്കിൽ അങ്ങനെ തന്നെ loss of human life, deterioration of health and health services on a scale. കേട്ടോ, അത്രയും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത പറയട്ടെ. ഇനി ഡിസാസ്റ്റർ. Mainly, disasters are classified into two types. രണ്ട് രീതിയിലുള്ള disasters ഉണ്ട്. The first one is internal disaster and the second one is external disaster. എന്താണ് ഇന്റേണലും എക്സ്റ്റേണലും? രണ്ട് രീതിയിലാണ് ദുരന്തങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇന്റേണൽ ഇൻസൈഡ്, എക്സ്റ്റേണൽ ഔട്ട്സൈഡ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ ഏതെങ്കിലും എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ അകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ അതിനകത്ത് സംഭവിക്കുന്ന ഡിസാസ്റ്ററുകൾ, അതാണ് ഇന്റേണൽ ഡിസാസ്റ്റർ. സച്ച് ആസ് ബോംബ് ത്രെട്ട്, അതായത് എന്താ പറയാ ബോംബ് ഭീഷണി. നമ്മൾ സിനിമയിൽ കണ്ടില്ലേ, ഏതൊരു സിനിമയിലും CID മൂസ അല്ലെ, അതിനകത്ത് ബോംബ് ത്രെട്ട് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഒരു എന്താ പറയാ വലിയ ഫ്ലാറ്റിന്റെ പൊക്കത്തില് ഏതോ ഒരു നിലയില് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ മറ്റേ മൈക്കിൽ കൂടി വിളിച്ചു പറയുന്നത്. മൈക്കല്ല, മറ്റേ സാധനം. അതല്ല, അത് ബോംബ് ത്രെട്ട്. അത് ഇന്റേണലാണ്, അകത്താണ്, ഭീഷണി അകത്താണ് വെച്ചേക്കുന്നത്. അത് അത്തരത്തിലുള്ള ഡിസാസ്റ്റർ, അത് എന്താ പറയാ നമ്മൾ ഇന്റേണൽ ഡിസാസ്റ്റർ വിളിക്കും. ഒക്കറൻസ് ഓഫ് ഫയർ എക്സ്പ്ലോഷൻ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഹോസ്പിറ്റൽസ് ഒക്കെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽസിലൊക്കെ കുഞ്ഞു സിലിണ്ടർ അത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഇഫ് ദർ ഈസ് എനി ഫയർ എക്സ്പ്ലോഷൻ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ദേ ക്യാൻ എക്സ്റ്റിങ്ക്യൂഷ് ഇറ്റ് വിത്ത് യൂസിങ് ദാറ്റ് പർട്ടിക്കുലർ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ആ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ടാണ് ഹോസ്പിറ്റൽസിലൊക്കെ എന്തെങ്കിലും തരത്തില് തീപിടുത്തമൊക്കെ ഉണ്ടായി, ഇപ്പൊ വയർ ഷോർട്ടായി, അങ്ങനെ പല രീതിയിലും തീപിടുത്തം ഉണ്ടാവുന്നത്. ഈ സാധനം ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഗ്യാസ് എന്തെങ്കിലും പുറത്തേക്ക് വിട്ടിട്ട് അതിലേക്ക് വിട്ടിട്ടാണ് ആ തീനെ അണയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് അതൊക്കെ ഇന്റേണൽ ആണ്, അകത്ത് തന്നെ. അതുപോലെ സ്കൂളുകളില്, വീടുകളിലും ഒക്കെ ഉണ്ട്. ഒക്കെ എന്താ പറയാ തീപിടുത്തമൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ വീടുകളിലൊന്നും ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അപ്പോഴാണ് നമ്മൾ ആരെ വിളിക്കുന്നത്? നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. മെഡിക്കൽ ഗ്യാസ് ലീക്ക് ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന മറ്റൊരു ഡിസാസ്റ്റർ ആണ്. അതൊക്കെ ഇന്റേണൽ ആ, ഹോസ്പിറ്റൽസിനകത്ത് തന്നെ സംഭവിക്കാവുന്നതാ. പലതരത്തിലും ഗ്യാസസ് അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് സ്റ്റോർ റൂമിലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്സിജൻ മാത്രമല്ല മറ്റ് പല എന്താ പറയാ ഹോസ്പിറ്റൽസിന് ആവശ്യം വേണ്ട ചില ഗ്യാസസ്, ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെയൊക്കെ. അപ്പൊ അതുപോലെയുള്ള ഗ്യാസസ് ഒക്കെ ഇഫ് ഇറ്റ് ലീക്സ് ഔട്ട്സൈഡ്, അത് വീണ്ടും അത് കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ അകത്തുനിന്ന് പുറത്തേക്കൊക്കെ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കോസസ് സം ഡാമേജസ്. അതിനും പലതരത്തിലുള്ള ഡാമേജസ് ഉണ്ടാക്കാറുണ്ട് അവിടുത്തെ സ്റ്റാഫുകൾക്കും മറ്റുമൊക്കെ. അപ്പൊ ഇതൊക്കെ ഇന്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് കോസസ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ വിചാരിക്കാം, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ അകത്ത് സംഭവിക്കുന്ന ഹോസ്പിറ്റൽസിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റു വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഇത്തരം ഡിസാസ്റ്റേഴ്സ്. ബാങ്കിലൊക്കെ വന്നിട്ട് അല്ലെ ബോംബ് വെച്ചിട്ടുണ്ട് അത് ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയുള്ളതൊക്കെ എന്താ പറയാ. ഓക്കെ, അപ്പൊ ഇതെല്ലാം internal disasters examples ആണ്. Let's see what are the examples of external disaster. പുറത്ത് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തു നിന്നുണ്ടാകുന്ന ചില ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ട്രെയിൻ ആക്സിഡൻസ്, വലിയ വലിയ ട്രെയിൻ ദുരന്തങ്ങള്, ബോട്ട് ആക്സിഡൻസ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ. ട്രെയിൻ ദുരന്തങ്ങളൊക്കെ കേട്ടറിഞ്ഞു നമ്മൾ പേപ്പറിൽ മറ്റുമൊക്കെ വായിച്ചു. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും വലിയൊരു പബ്ലിക് പ്ലേസസിലൊക്കെ നടക്കുന്ന കൂട്ടത്തോടെയുള്ള വലിയ അപകടങ്ങളെയാണ് ഒരുപാട് ആളുകളെ എഫക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ബോട്ട് ആക്സിഡൻസും നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഒരു ഈ അടുത്ത കുറച്ചു നാളായി. പിന്നെ കോംപ്ലക്സ് ആയിട്ട് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, വലിയ വലിയ അപകടം നിറഞ്ഞ ഓട്ടോമൊബൈൽ എന്താ പറയാ വാഹനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ കൂട്ടിയിടിക്കലോ അല്ലെങ്കിൽ മറിഞ്ഞു വീഴലോ എവിടേക്കോ കൊക്കയിൽ വീഴലോ അങ്ങനെയൊക്കെയുള്ള ആക്സിഡൻസ്, ഇതെല്ലാം തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ്. എക്സ്പ്ലോഷൻ, ഫയർ എക്സ്പ്ലോഷൻ, ഫ്ലഡ്, പിന്നെ എന്താ പറയാ എയർപ്ലെയിൻ, അതായത് നമ്മളുടെ ഫ്ലൈറ്റ് ആക്സിഡൻസ്, അത് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായതാണ്. പിന്നെ ടോർനാഡോ, സുനാമി, വലിയ കൊടുങ്കാറ്റ്, സുനാമി, എർത്തുകേക്ക്, ഭൂമികുലുക്കം, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് റയോട്ട്സ് പോലെയുള്ള വലിയ വലിയ ദുരന്തങ്ങൾ. അപ്പൊ ഇതൊക്കെ എന്താ പറയാ
നമ്മുടെ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇതിപ്പോ നിങ്ങൾക്ക് ഡിസാസ്റ്റേഴ്സ് എക്സ്റ്റേണലും ഉണ്ട് ഇന്റേണലും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഇന്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾസും ചോദിക്കാം, നമ്മുടെ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾസും ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ തിരിച്ചൊക്കെ തരും, ഇന്റേണൽ ഡിസാസ്റ്ററിൽ വരുന്നത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്റേണലും വരും, അതിനകത്ത് ചിലപ്പോ ഒരു എക്സ്റ്റേണൽ ഡിസാസ്റ്ററിനെ കൂടി പേര് ചേർത്ത് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. 1, 2, 3, 4, 5, 6 ആണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ്, 3 ഇന്റേണൽ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. മനുഷ്യന്മാരുണ്ടാക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് കേട്ടോ, വലിയ വെറുതെ ആവശ്യമില്ലാതെയുള്ള കലാപങ്ങള്, റയോട്സ് മീൻസ് കലാപം എന്നാണ്. അതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഡിസാസ്റ്ററാണ്. മനുഷ്യന്മാർക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ എനിക്ക് തോന്നുമ്പോ ഉണ്ടാകുന്ന വലിയ വലിയ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, അതും വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ പോകും. ഒരുപാട് പേർക്ക് ഒരുമിച്ച് വലിയ അപകടങ്ങളൊക്കെ വന്നു, മരണങ്ങൾ ഒരുപാട് വരുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ മനുഷ്യന്മാർ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ടൊർണാഡോ മീൻസ് വലിയ കാറ്റാണ്, ചുഴലിക്കാറ്റ് ഒക്കെ പറയില്ലേ, ചുഴലിക്കാറ്റ് ചുഴിഞ്ഞു വരുന്ന. യെസ്, റയോട്സ് കലാപം, ടൊർണാഡോ, ചുഴലിക്കാറ്റ്. ഇനി നമുക്ക് കുറച്ച് എന്താ പറയാ മേജർ ആയിട്ടുള്ള ഭയങ്കര വലിയ വലിയ എന്താ പറയാ ഒത്തിരി വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയ ദുരന്തങ്ങളുടെ കുറച്ച് എക്സാമ്പിൾസ് അവിടെ തന്നിട്ടുണ്ട്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒരു വലിയ ദുരന്തമായിരുന്നു. അഫക്റ്റഡ് 2 lakh people, ഏകദേശം 2 ലക്ഷം ആളുകളെ അത് അഫക്ട് ചെയ്തു. 3000 പീപ്പിൾസിന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വലിയ ദുരന്തം. 3000-ഓളം ആളുകളുടെ ജീവൻ അപഹരിച്ച് 2 ലക്ഷത്തോളം ആളുകളെ ബാധിച്ച ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വൺ ഓഫ് ദ മേജർ ഡിസാസ്റ്റർ ആണ് ഇന്ത്യയിലെ കേട്ടല്ലോ. ഇതും ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിക്കാറുണ്ട്. അടുത്തത് സൈക്ലോൺ ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ. സൈക്ലോൺസ് അത് വലിയ കാറ്റ് തന്നെയാണ്. അപ്പൊ എന്താ പറയാ, അത് ഒറീസയിലും ആന്ധ്രാപ്രദേശിലൊക്കെ ഏകദേശം ഇന്റർവെൽ. ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇത് ഇങ്ങനെ 2 വർഷം കൂടുമ്പോ ഇങ്ങനെ വരും. അതാണ് ഈ സൈക്ലോൺസ് ആന്ധ്രാപ്രദേശിലും ഒറീസയിലൊക്കെ. അപ്പൊ അത് ഏകദേശം 25,000 ആളുകളുടെ ജീവൻ അപഹരിച്ചു എന്നാണ് പറയാ. ഏകദേശം 25,000 ലൈഫ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. Then earthquake in Latur in Maharashtra 1993 മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഭൂകമ്പം, അതും വൺ ഓഫ് ദ മേജർ ഡിസാസ്റ്റർ ആണ്. ദെൻ സുനാമി ആണ്, നമുക്കറിയാം സദേൺ ഇന്ത്യ കോസ്റ്റ് ലൈനിൽ 26 ഡിസംബർ 2004 ഉണ്ടായ വൻ ഒരു ഡിസാസ്റ്റർ തന്നെയായിരുന്നു. ഏകദേശം 10,273 പീപ്പിൾസ് ലോസ്റ്റ് ദെയർ ലൈഫ്സ്. അവിടെ 10,273 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2,39,000 ആളുകള് ഹോംലെസ് ആയി, വീട് നഷ്ടപ്പെട്ടവര്. 2.39 lakhs മീൻസ് 2,39,000 ആണ്. അത്രയും ആളുകൾക്ക് വീടില്ലാണ്ടായി. 27 lakh പീപ്പിളിനെയാണ് ഇത് അഫക്ട് ചെയ്തത്. ഏകദേശം 27 ലക്ഷം ആളുകളെ ഈ സുനാമി ബാധിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അവര് അതിന്റെ ഇരയായിട്ടുണ്ടെന്ന് ഫേസ് ചെയ്തു. മനസ്സിലായോ? മേജർ ഡിസാസ്റ്റേഴ്സ് ക്ലിയർ ആയോ? അതൊന്ന് ടിക്കറ്റോ അണ്ടർലൈൻ ചെയ്തോ എങ്ങനെയെങ്കിലും അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. യെസ്, ഇനി ഒരു ഡിസാസ്റ്ററിന്റെ ഒരു പാരഡൈം, ദാറ്റ് മീൻസ് ഒരു മാതൃക. ആ ഡിസാസ്റ്ററിന്റെ എന്താ പറയാ സ്പെല്ലിങ്സിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പാരഡൈം അവിടെ കൊടുത്തിട്ടുണ്ട്. D for detection, I for incident commands, S safety and security, SS hazards, then T triage and treatment, E evacuation, R recovery. ആ ഡിസാസ്റ്ററിനെ നമുക്കൊന്ന് എന്താ പറയാ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ എന്താ പറയാ ഓരോ ലെറ്റേഴ്സിൽ നമുക്ക് ഒരു വേർഡ് ഫോം ചെയ്താൽ ഡി, ഡിസാസ്റ്ററിന്റെ ഡി, ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ എവിടെയാണ് ആ ദുരന്തം നടന്നത് എന്നുള്ളത് നമ്മൾ ഡിറ്റക്ട് ചെയ്യും, കണ്ടുപിടിക്കണം. ദെൻ ഇൻസിഡന്റ് കമാൻഡ്, പെട്ടെന്ന് തന്നെ വേണ്ട കമാൻഡുകൾ, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ അതിനുവേണ്ടിയിട്ടുള്ള കമാൻഡ് കൊടുക്കണം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, എസ് ആണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സ്വയം സുരക്ഷിതമാകുക, സേഫ് ആകാനുള്ള വഴികളൊക്കെ എല്ലാവരും അപ്പനൊക്കെ ആലോചിക്കുക. മറ്റുള്ളവർക്ക് പറ്റുന്നവര് സഹായിക്കുക, കിട്ടുമെന്ന് മാത്രം വിചാരിച്ച് നോക്കിയിരിക്കാതെ സ്വയം സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. അസസ് ഹസാർഡ്സ്, എത്രത്തോളം ഉണ്ട് ആ ദുരന്തത്തിന്റെ ഭീകരത എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്യുക.
അപകടത്തിന്റെ ആ വലിയ ഇത് കാര്യം എത്രത്തോളം ഉണ്ട്, എത്ര ആളുകളെ ബാധിച്ചിട്ടുണ്ടാവും, എത്ര കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത് അസസ് ചെയ്യുന്നു. അതാണ്. എന്നിട്ട് അതിന് വേണ്ടി സപ്പോർട്ട്. ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്, എത്ര ആളുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അവരെയൊക്കെ സോർട്ട് ചെയ്ത്, ട്രയേജ് മീൻസ് സോർട്ടിങ് ആണ്. ഒത്തിരി കൂടുതൽ അപകടത്തിൽപ്പെട്ടവരാണെങ്കിൽ, അതായത് ഒരുപാട് മുറിവുകളോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ എന്താണോ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ആളുകളെ ആണെങ്കിൽ അവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, സപ്പോർട്ടാണ്. സപ്പോർട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ തരം തിരിക്കുക. ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടവരാരാണ്, ഏറ്റവും ആദ്യം കൊണ്ടുപോയി എന്താ പറയാ ശുശ്രൂഷിക്കേണ്ടവരാരാണ്, അങ്ങനെ തരം തിരിച്ച് വെക്കണം. അതിനെക്കുറിച്ചൊക്കെ ഇതിന്റെ ബാക്കി ഭാഗത്ത് ട്രയേജിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതായത് നമുക്ക് വിശദമായിട്ട് പറയാം. ട്രയേജ് മീൻ ടു സോർട്ട് ഔട്ട്. നമ്മൾ സോർട്ട് ചെയ്യില്ലേ, തരം തിരിക്കില്ലേ, നമ്മൾ നോട്ടുകൾ സോർട്ട് ചെയ്യാറുണ്ട്. അത് 100-ന്റെ 50-ന്റെ 500-ന്റെ എന്നൊക്കെ പറഞ്ഞ് സോർട്ട് ചെയ്യേ. അതുപോലെ ഇവിടെ തരംതിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താ പറയാ അത്യാഹിതമായിട്ടുള്ള ആളുകളെ ഒരു ഗണത്തില്, അത് കഴിഞ്ഞ് കുറച്ച് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്തവരെ, കുറച്ച് വൈകിയാണെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി എന്നുള്ളവരെ അങ്ങനെ തീരെ കുഴപ്പമൊന്നുമില്ല, അവരെ ഒന്ന് മാറ്റിയാൽ മതി, ഒഴിപ്പിച്ചാൽ മതി. ആ ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത സ്ഥലത്ത് നിന്ന് ഒന്ന് മാറ്റിയാൽ മാത്രം മതി. വേറെ കുഴപ്പമൊന്നും അവർക്ക് ശാരീരികമായിട്ട് ഫിസിക്കലായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ. അതിനൊക്കെയാണ് നമ്മൾ ട്രയേജ് എന്ന് വിളിക്കാം. ആൻഡ് ട്രീറ്റ്മെന്റ്, ട്രയേജ് കൊടുത്ത് അതനുസരിച്ച് പ്രിഫറൻസ് ഉള്ളവർക്ക് ട്രീറ്റ്മെന്റ് വൈസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇവാക്യുവേഷൻ ആണ്. ഇവാക്യുവേഷൻ മീൻസ് ഒഴിപ്പിക്കലാണ്. വേണ്ട, എന്താ പറയാ, വേറെ ഒരു കുഴപ്പമൊന്നും പറ്റാത്ത ആൾക്കാരെ മാറ്റുക. ഈ ട്രീറ്റ്മെന്റ് കൊടുത്ത് ആളുകളെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കണം. ചിലപ്പോൾ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ലാൻഡ് സ്ലൈഡ് ഒക്കെയാണ്, ഭൂകമ്പൊക്കെയാണ്, വീടൊക്കെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ടാകും, വീടിന്റെ അകത്തേക്കൊക്കെ അതും ഇതൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടേക്കാണ് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെ ഒഴിപ്പിച്ച് എവിടെയെങ്കിലും എല്ലാവരും കൂടി പ്രൊട്ടക്ട് ചെയ്ത് താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടം കണ്ടെത്തണം. ദെൻ റിക്കവറിയാണ്. ഇതിൽ നിന്നും അവരെ പുനർജീവിപ്പിച്ച് റിക്കവർ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ ഡിസാസ്റ്ററിന്റെ ഡിറ്റക്ഷൻ, incident command as safety and security, assess hazard as support. സപ്പോർട്ട് കൊടുക്കണം. വേണ്ടേ? ഈ പറയുന്ന ആൾക്കാർക്ക് എന്താ പറയാ, ചില ആളുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എങ്കിലും ഫിസിക്കൽ അപ്പിയറൻസിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ വി ഹാവ് ടു ഗിവ് ദം സപ്പോർട്ട് ഫിസിക്കലി ആൻഡ് മെന്റലി. അല്ലെ, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, ചിലപ്പോ ഇത്തിരി ഭക്ഷണം, ഒരു ഉടുപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യത്തിന് വെള്ളം, ഇതൊക്കെ കൊടുത്ത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും വേണ്ടത്. അവരെ അതിൽ നിന്ന് കുഴപ്പമില്ല, സാരില്ല, ഇതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാം എന്നൊരു ആശ്വാസം, അല്ലെ, അത് സപ്പോർട്ട്. ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഇവാക്യുവേഷൻ ആൻഡ് റിക്കവറി. അപ്പൊ ആ പാരാഡൈം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഡിസാസ്റ്ററിന്റെ പാരാഡൈം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ആ സ്പെല്ലിങ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തെടുക്കുന്ന ആ ഒരു പാരാഡൈം. ഓക്കെ. അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്യുകയോ ടിക്കിട്ട് വെക്കുകയോ നോട്ട് ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ. യെസ്. ദെൻ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽസ്. അപ്പൊ നോക്കിയേ, ഈ ഡിസാസ്റ്ററിൽ അപ്പൊ ഏറ്റവും ആദ്യം ആക്ട് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻസ്. ഓക്കെ. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഏറ്റവും അധികം പങ്കുവഹിക്കാനുണ്ട് ഡിസാസ്റ്റർ ടൈമിൽ. ഏതൊരു പ്രദേശത്തും ഏത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഒക്കെ ചെയ്താലും ദ ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു ഹോസ്പിറ്റൽസ്. ആദ്യം ആക്ട് ചെയ്യേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് തന്നെയാണ്. അപ്പൊ ഹോസ്പിറ്റൽസ് മസ്റ്റ് ഹാവ് സം ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയാ ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്തായാലും എന്താ പറയാ അടുത്തുള്ള നിയറസ്റ്റ്, ഒരുപാട് ദൂരേക്കല്ല, അല്ലെ, ഇപ്പൊ നമ്മുടെ ഈ നാട്ടിൽ ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്തു. So the victims of the disaster will be taken to the nearest hospital, not too far hospitals. അല്ലെ, ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്കല്ലേ കൊണ്ടുപോകണോ? എന്തെങ്കിലും പറ്റി കഴിഞ്ഞവരെ അല്ലാണ്ട് അധികം ദൂരേക്ക് കൊണ്ടുപോകും. ഒരു 10, 25, 30 കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാനെല്ലാം നോക്കുക, ഏറ്റവും അടുത്ത്. അപ്പൊ അവിടെ സൗകര്യമുണ്ടോ എന്നുള്ളതിലല്ല പ്രശ്നം അവിടെ. അല്ലെങ്കിൽ നോക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ഈ ആളെ അവിടെ എത്തിച്ച് അവരുടെ ലൈഫ് സേവ് ചെയ്യുക, അതാണ് ഉദ്ദേശം. അതുകൊണ്ട് ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനത്തെ ദുരന്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിനെ ബാധിക്കില്ല, ബിക്കോസ് വി ആർ നോട്ട് ഫുള്ളി എക്വിപ്ഡ് ഫോർ ദാറ്റ്, അല്ലെങ്കിൽ വി ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇല്ല, നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരിഞ്ഞൊന്നും മാറാൻ പറ്റില്ല. ഈച്ച് ആൻഡ് എവറി ഹോസ്പിറ്റൽസ് ഹാവ് ദ കീ റോൾ to be the infrastructure. അത്തരം സാഹചര്യങ്ങളിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഏതൊരു ഹോസ്പിറ്റൽസിന്റെയും ഉത്തരവാദിത്തമാണ്. മനസ്സിലായി? അപ്പൊ അവർക്ക് വളരെയധികം നല്ല പങ്ക് തന്നെ വഹിക്കാനുണ്ട്. ആൻഡ് ദ ഹോസ്പിറ്റൽസ് ഹാവ് ടു പ്രൊവൈഡ്
or to save lives of these victims. ഇത്തരം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്ന്. അതുപോലെ തന്നെ it works for 24/7 അല്ലെ, 24/7 24/7 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് they have to give care. ഏത് സാഹചര്യത്തിൽ ചിലപ്പോൾ അർദ്ധരാത്രിക്കായിരിക്കാം എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായത്, അപ്പൊ കൊണ്ടുവരുന്നവരെയും നമുക്ക് കെയർ കൊടുക്കണം. അല്ലാതെ ഇപ്പൊ സമയമില്ല നാളെ നേരം എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏത് ടൈമും എമർജൻസി കെയർ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റൽ ഷുഡ് ബി പ്രിപ്പയർഡ്. എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഇനി ആൻഡ് ഓൾസോ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഫോളോ അപ്പ്, അത് ഫിസിക്കൽ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്കറിയാം ഇത്തരം ഡിസാസ്റ്ററിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഫിസിക്കലായിട്ടുള്ള പല അപകടങ്ങളും പല പരിക്കുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു കെയർ കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പൊ വലിയ ദുരന്തം ഫേസ് ചെയ്ത് നമ്മളിവിടെ ശാരീരികമായിട്ടുള്ള ഏതോ ഒരു വലിയ അപകടം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എന്താ പറയാ, ഇപ്പൊ വല്ല കാല് ഒടിഞ്ഞു പോലെ കാലില്ലാണ്ടായി, ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കിട്ടേണ്ട ഒരു സൈക്കോളജിക്കൽ കെയർ കൂടിയാണ് അല്ലെ. അവര് അപ്പൊ ചിന്തിക്കും ഇത്രയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്, കൂടാതെ നമ്മളുടെ വീട് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു, ആ ചിന്ത കൂടി അവിടെ വരുമ്പോ അവര് നമുക്കറിയാം എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ നമ്മള് മെന്റലി ഡൗൺ ആയി പോയ അസുഖത്തിന് എന്ത് പറയും, അത് ഒരു വേഴ്സ്റ്റ് കണ്ടീഷൻസിലേക്ക് പോകും. അസുഖം വരുമ്പോ നമ്മള് മെന്റലി നമ്മൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ എന്ത് വെച്ച് പറയും, നമ്മുടെ അസുഖം മാറാൻ ഇത്തിരി ദിവസമൊക്കെ പിടിക്കും. അതേസമയം വി ഹാവ് ടു ഗിവ് അവർ മെന്റൽ സ്ട്രെങ്ത്. നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ സൂക്ഷിക്കാനും അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ മനസ്സിനെ നമുക്ക് സംരക്ഷിക്കാനും പറ്റിക്കഴിഞ്ഞാൽ പകുതി അസുഖം അവിടെ മാറും. മനസ്സിലായോ? ഇപ്പൊ ചില ആളുകളുണ്ട് എത്ര അസുഖം വന്നാലും ഇങ്ങനെ മെന്റലി അവരിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് അതിനെയൊക്കെ ഫേസ് ചെയ്യും, അതിജീവിക്കും എന്നുള്ളത് വളരെ ചിരിച്ച് മറ്റ് എന്താ പറയാ അങ്ങനെ ഒരു ഈസിനെസ്സിനോടുകൂടി എടുക്കും. ചില ആൾക്കാര് അവിടുന്ന് അസുഖം വരുന്നോളൂ ഇവിടുന്ന് വയ്യാണ്ടായ പോലെ ആവും അല്ലെ, മനസ്സുകൊണ്ട് തന്നെ പേടിച്ച് അതൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കൂടുതൽ നമ്മളുടെ എന്താ പറയാ ഹെൽത്ത് കൂടി നമുക്ക് ഇതായി പോവുകയാണ് ചെയ്യുക, ഡൗൺ ആയി പോവുകയാണ്. അപ്പൊ അത് പാടില്ല. അപ്പൊ ഹോസ്പിറ്റൽസിൽ വരുന്ന ഇത്തരം വിക്ടിംസിനെ they have to give physical care and also psychological care. രണ്ട് രീതിയിലുള്ള കെയറും കൊടുക്കാൻ, അതും 24/7 treatment, caring, diagnosis, follow up, each and everything should be done by the hospitals. So hospitals have to play an important role. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിന് വളരെ വലിയൊരു പങ്കാണ് ഇത്തരം ഡിസാസ്റ്ററിൽ അവർക്ക് വഹിക്കാനുള്ളത്. ഓക്കെ, ഇനി മാത്രമല്ല ഹോസ്പിറ്റൽസ് നിങ്ങൾ നോക്കിയാൽ അപ്പൊ ഇത്തരം ഹോസ്പിറ്റൽസ് നമ്മൾ എങ്ങനെയായിരിക്കും ഇതെല്ലാം മാനേജ് ചെയ്യുക? ബിക്കോസ് യൂഷ്വലി നോർമൽ കേസസിൽ ഒരു ഹോസ്പിറ്റൽസിൽ ഇഷ്ടംപോലെ പേഷ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ വൈകുന്നേരം വരെ. അത് വരുന്നോണ്ടിരിക്കെ തന്നെ അറ്റ് ദ സെയിം ടൈം ആ സമയത്താണ് ഇതുപോലെ പുറത്ത് ഏതെങ്കിലും ഒരു തരം ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് ആളുകളെ നേരത്തെ പറഞ്ഞില്ലേ, അത് 1-2 പേര് വരുന്നല്ലോ, ഇൻഫ്ലക്സ് എന്നാണ് വാക്കാണത്, ഒഴുകിയാണ് ഇങ്ങനെ സ്ട്രെച്ചേഴ്സിലും വണ്ടികളിലും പിന്നാലെ അടുത്തടുത്ത ആളുകളെ കിട്ടുന്നവരെ ചിലപ്പോൾ ലാൻഡ് സ്ലൈഡ് ഒക്കെ ആണെങ്കിൽ അതിന്റെ അടിയിൽ നിന്നൊക്കെ എടുത്തിട്ടൊക്കെ വരണം അല്ലെ. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോ ദ നോർമൽ കപ്പാസിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് വിൽ നോട്ട് ബി എന്താ പറയാ റിക്വയർഡ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽസിന് അവിടെയുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ആണ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. മെഡിസിൻസിന്റെ കാര്യമായിക്കോട്ടെ, അവിടെയുള്ള എക്യുപ്മെന്റ്സ് അതിന് വേണ്ടിയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ളത് അതായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും അവിടെ ആ ഒരു രീതിയിൽ അത്തരം സാധാരണ റുട്ടീനിൽ പോകുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ രീതിയിലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒഴുകി വരുമ്പോ ആർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്ത് മെഡിസിൻസ് ആണ്, ഇതൊക്കെ ചിലപ്പോൾ എല്ലാം അഫോർഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏത് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ ദേ ഷുഡ് ബി പ്രിപ്പയർഡ്. ഒരു നോർമൽ കപ്പാസിറ്റിയിൽ നിന്നും അവർ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. then only they can respond. ആ ഒരു സമയത്താണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റൽസ് അറേഞ്ച്മെന്റുകൾ നടത്തണം എന്നാണ് പറയാം. സോ അവർക്ക് ഇപ്പൊ താൽക്കാലികമായിട്ടാണ് ആ ഒരു റിസോഴ്സസ് ഒക്കെ ആവശ്യമുള്ളൂ. പക്ഷെ അത് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അവൈലബിൾ ആകാനുള്ള സോഴ്സസ് കണ്ടുവെച്ചോളണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായി, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്നു. അപ്പൊ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആവശ്യത്തിന് മെഡിസിൻസ് ഈസ് നോട്ട്, ആവശ്യത്തിന് മെഷീൻസ് ഇല്ല അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റുകൾ ഇല്ല എങ്കിൽ ഫ്രം വേർ ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്, അതിനൊരു സോഴ്സ്
നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചോളൂ. എന്നാൽ അവരുടെ വേഗം പോയി അത് അറേഞ്ച് ചെയ്ത് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതാണ് മനസ്സിലായോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിന് ചെയ്യാൻ പറ്റണം, അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകണം. എന്നാൽ മാത്രമാണ് they can save many lives, ഒരുപാട് ജീവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഇറ്റ് എനേബിൾസ് ഒരു എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് വേണ്ടിയിട്ടൊക്കെ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് ആയിരിക്കും ഉണ്ടാകുക. MCI മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പറഞ്ഞാൽ ഒരുപാട് എണ്ണം അല്ലെ, കൂടുതൽ കാഷ്വാലിറ്റി, അത്യാഹിതം. അത് എന്താ പറയാ ഇങ്ങനെ വരുമ്പോ ആ ഇൻസിഡൻസിൽ കൊണ്ടുവരുന്ന ആളുകളൊക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ, അതിനനുസരിച്ച് പെട്ടെന്ന് പ്രതികരിക്കാനും പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റുള്ളൂ. ആൻഡ് ചിലപ്പോഴൊക്കെ ഡിസാസ്റ്ററിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ മാസ് കാഷ്വാലിറ്റീസിന് ഒരുപാട് അത്യാഹിതത്തിലുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോ കൺഫ്യൂസ്ഡ്, വലിയ പല പല കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. ബിക്കോസ് ഓഫ് ദ ഇൻഎഫിഷ്യൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അത്തരം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഏത് സമയത്താണ്? ബിക്കോസ് the hospitals are not efficient to manage such disaster. അത്തരം ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ അത്തരം ഹോസ്പിറ്റൽസിന് കഴിവില്ലാത്തതുകൊണ്ടാണ്, കാര്യക്ഷമതയില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ കാര്യക്ഷമത ഉണ്ടാകാൻ they should be prepared. അവർ നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല പ്ലാനിങ് ഒക്കെ, ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനുള്ള ഒരു നല്ല പ്ലാനിങ് should be there. Without the planning, that means lack of tangible planning. Tangible planning എന്ന് പറയാനുള്ള കാരണം അറിയോ? എല്ലാ റിസോഴ്സസും അവൈലബിൾ ആണോ? ഇന്ന ഡിസാസ്റ്റേഴ്സ് ഒക്കെ റീക്കാൻ കൊണ്ടുവരുന്ന പേഷ്യൻസിന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ട ഫിസിക്കൽ ആയിട്ടുള്ള മെഷീനറീസ് അവൈലബിൾ ആണോ? അതാണ് ടാൻജിബിൾ പ്ലാൻ. നമ്മൾക്ക് കണ്ണിൽ കാണുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ തന്നെ അറേഞ്ച് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് വെറുതെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ കാര്യമില്ല. നമ്മുടെ ഹോസ്പിറ്റൽസിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട് എന്നുള്ളത്. ഇതില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പല കൺഫ്യൂഷൻസ് വരും. ആരാണ്, എവിടെയാണ്, ആരാ എന്താ ചെയ്യണ്ടേ, ആകെ ക്രമക്കേടായി, അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഒന്നുമില്ല. ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ ഹൗ ടു ആക്ട്, ഹൂം ടു ആക്ട്, ആരാണ് പ്രവർത്തിക്കേണ്ടത്, ആരൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ നേരത്തെ കൂട്ടി എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിന് പല പല ലീഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുക. അവര് ചെയ്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഇഷ്ടം പോലെ ഓരോരുത്തരും തോന്നിയ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യും. അപ്പോഴാണ് എന്താ പറയാ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, ഗുണത്തെക്കാളെ ദോഷമായിരിക്കും ചെയ്യാം. സോ ദേ കനോട്ട് സോൾവ് എനി പ്രോബ്ലംസ്. അത്തരം ഡിസാസ്റ്ററിന്റെ ഒരു പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാനും പറ്റില്ല. സോ അതിന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഫോർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. സോ ഇറ്റ് ഈസ് വെരി നെസസറി. എല്ലാ ഹോസ്പിറ്റൽസിനകത്തും ഒരു ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ ഫോർ ഡിസാസ്റ്റർ, അത് ഒരു പ്രൈമറി, ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. Hospitals should have hospital emergency plan. ഇത്തരം എമർജൻസീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു പ്ലാന് എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടായിരിക്കണം. അതൊരു ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. അങ്ങനെ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ ഗുഡ് ഹോസ്പിറ്റൽ, നല്ലൊരു ഹോസ്പിറ്റൽ ആണ്. മാത്രമല്ല അത് ഏത് സമയത്തും അവർക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ച്, ഇപ്പൊ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് അവർക്ക് എങ്ങനെയൊക്കെയാ ഓരോരുത്തരും എന്ത് ജോബ് ഡെഫിനിഷൻസ് ആണ് എന്ന് വെച്ചാൽ who have to act in this time. ഈ ഒരു സമയത്ത് ആരൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, അവർക്കുള്ള ജോലി എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് അലോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇതിന്റെ ബാക്കി ഭാഗത്തൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ആരൊക്കെ ആക്ട് ചെയ്യണം, ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതെല്ലാം കറക്റ്റ് ആയിട്ട് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ എപ്പോഴും പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫീച്ചർ ആയിരിക്കും ആ ഒരു ഹോസ്പിറ്റൽ സ്ട്രക്ചറിന്റെ. ക്ലിയർ ആയോ? അധികം നമുക്ക് പറയാനില്ല, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് അതിന്റെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അല്ലാതെ വേറെ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിലെ ആളുകളോ എന്നിട്ട് കാര്യമില്ല. ഹോസ്പിറ്റൽസ് തന്നെയാണ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിനെ മാനേജ്മെന്റ് ചെയ്യാനുള്ള ഏറ്റവും നേരിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് തന്നെയാണ്. അതുകൊണ്ട് അവർ തന്നെയാണ് ഏറ്റവും നന്നായി പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത്. ഓക്കെ, ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റൽസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും ഹോസ്പിറ്റൽസ് റെസ്പോൺസിബിൾ ഫോർ സേവിംഗ് ലൈഫ്സ്. ദേ ഓൾസോ പ്രൊവൈഡ് 24/7 emergency care service and hence the public receive it as a main source for diagnosis, treatment and follow up for physical and biological
physical and psychological care. Okay. രണ്ടാമത്തെ സെന്റൻസ് വലുതാണ്, പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. 1ഉം 2ഉം സെന്റൻസ്. അടുത്തത്, hospitals disaster management gives the opportunity to plan, prepare, and when needed enable a rational response in the event of disasters or mass casualty incident. MCI അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. Okay. ആ പാരഗ്രാഫ് ഒന്ന് വെറുതെ വായിച്ചു നോക്കിയേ, ഒന്ന് വേഗം വായിച്ചു നോക്കിയേ എല്ലാവരും. 3 സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്തത്. ആദ്യത്തെ 2 സെന്റൻസും ഇടയിലുള്ള MCI എന്ന് പറയുന്ന ഇത് വന്നിരിക്കുന്ന സെന്റൻസും. വായിച്ചോ? ഓക്കെ. Yes. Next one, phases of disaster. ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് കേട്ടോ. ഡിസാസ്റ്ററിന്റെ ഫലങ്ങളാണ് ഏതൊക്കെ രീതിയിലാണ്? ഒന്ന്, പ്രീ ഡിസാസ്റ്റർ ഫേസ്. ഓക്കെ, പ്രീ ഡിസാസ്റ്ററിന്റെ തൊട്ട് മുന്നിലുള്ള ആ ഒരു തലം. ദെൻ ഡിസാസ്റ്റർ ഫേസ്, അതായത് ഡിസാസ്റ്റർ എന്നുണ്ടായ സമയം, അതൊരു ഫേസ്. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, അതായത് ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു തലം. അങ്ങനെ 3ആയിട്ട് ഡിസാസ്റ്ററിന്റെ ഫേസസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പ്രീ മീൻസ് മുമ്പ്, പോസ്റ്റ് മീൻസ് ശേഷം, ഡിസാസ്റ്റർ ആ സമയം. ക്ലിയർ ആയോ? ഇനി പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഇത് ഓരോന്നിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ 3 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? പ്രീ ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ ഫേസ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഓക്കെ, ഈ പ്രീ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്ററിന് മുമ്പ് എന്താ? ദുരന്തം വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യാനുണ്ട്. ഷുഡ് ഗിവ് ട്രെയിനിങ്. അതായത് നമുക്ക് ഈ ഡിസാസ്റ്ററുകളൊക്കെ വരും, ഇത്തരം ദുരന്തങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കരുതലിൽ നമ്മൾ നേരത്തെ കൂടി ചില ട്രെയിനിങ് കൊടുക്കാം. അതിപ്പോ ഹോസ്പിറ്റൽസിലാവുമ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റൽസിൽ ആരെ ട്രെയിൻ ചെയ്യണം? ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന വിക്ടിംസിനെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള കെയർ കൊടുത്ത് അവരുടെ ജീവൻ സംരക്ഷിച്ചെടുക്കണമെങ്കിൽ അവിടെ അതിനകത്തുള്ള ഹോസ്പിറ്റൽസിന്റെ സ്റ്റാഫ്സ് എല്ലാവരും അല്ലെ, എല്ലാ എംപ്ലോയീസിനെയും പ്രത്യേകം അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കണം. ആ ഒരു വരുന്നതിന് മുമ്പ്, ആക്ച്വലി ഈ സംഭവം നടന്നിട്ടില്ല, പക്ഷെ അതിന് മുമ്പേ തന്നെ അത് വന്നു കഴിഞ്ഞിട്ട് അന്നേരം ചെയ്യിപ്പിക്കാമെന്ന് നേരമില്ല അല്ലെ. അവര് ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിയുമ്പോ അയ്യോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവിടെ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ല. അന്നേരം കറക്റ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അവിടെ വേറെ സമയം കളഞ്ഞ് അവരോട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്യുന്നൊന്നും അവിടെ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നതിന് കുറെ നാളുകളെ മുമ്പ്, മീൻസ് ഈവൺ അറ്റ് ദ ടൈം, ഈ സമയത്ത് തന്നെ നമുക്ക് പല ദുരിതങ്ങളെ ഫേസ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾക്ക് മുൻകരുതലുകൾ എന്നതുപോലെ നമുക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാം. അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ട്രെയിനിങ് പീപ്പിൾ ടു റെഡ്യൂസ് റിസ്ക്, പലതരത്തിലുള്ള റിസ്കുകളൊക്കെ ഒഴിവാക്കാനും അല്ലെ, അതൊക്കെ അനുസരിച്ച് നമുക്ക് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക ബിഫോർ ദ ഡിസാസ്റ്റർ ഒക്കർ. ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള ട്രെയിനിങ് കൊടുത്ത് എത്രത്തോളം റിസ്ക് ഉള്ള കാര്യങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ആളുകൾ ട്രെയിനിങ് ചെയ്യാം.
ഇപ്പൊ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നമുക്ക് അത് വേറെ വിഭാഗമാണ്. സാധാരണ നോർമൽ ആ ഒരു രീതിയിലുള്ള വരുന്ന പേഷ്യൻസ് അല്ല, ഇത് ഡിസാസ്റ്ററിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നേരത്തെ കൂടി ട്രെയിനിങ് അവരുടെ സ്റ്റാഫിന് കൊടുത്തിരിക്കുക. അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് the period in which the disaster is developing. ആ ദുരന്തം ഉണ്ടായതിന്റെ ഫലമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ, അത് എത്രത്തോളം ഡെവലപ്ഡ് ആകുന്നു എന്നുള്ളതാണ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എന്താ പറയാ ഭൂമികുലുക്കം ഉണ്ടായി, അപ്പൊ ഭൂമികുലുക്കത്തില് കുറച്ച് വീടുകളും അതും ഇതൊക്കെ തകർന്നിട്ട് ഒരുപാട് ആളുകളെ കൊണ്ടുവന്നു. ഇനിയും ഒരുപാട് ആളുകളെ കാണാനില്ല, അവരെയൊക്കെ അന്വേഷിച്ചു. അപ്പൊ കൂടുതൽ ഇനിയും ആ ഡിസാസ്റ്ററിന്റെ കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. അതാണ് ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഫേസ്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ കഴിഞ്ഞു, ദുരന്തം കഴിഞ്ഞു, പക്ഷെ അതിനുശേഷം പിന്നീട് എന്ത് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്, അതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ വരിക. ആ 3 ഇത് ടിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ് ആണ്. എന്താണ് planning എന്ന് പറഞ്ഞു കഴിയുമ്പോൾ evaluation and planning to be done during the pre-disaster phase. That means the hospitals, how much they have to be prepared. എന്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യണ്ടേ? ഹോസ്പിറ്റൽസ് എത്രത്തോളം ഒരുങ്ങണം അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. ഹോസ്പിറ്റൽസ് ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡിസാസ്റ്ററിൽ ഇപ്പൊ എവിടെയെങ്കിലും ഒരു വലിയ തീപിടുത്തം ഉണ്ടായി, ഒരുപാട് ആളുകളെ എഫക്ട് ചെയ്ത ഒരു തീപിടുത്തമാണ്, അപ്പൊ അവിടെ കുറെ ആൾക്കാരെ കൊണ്ടുവരും അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊരു പ്ലാനിങ് ഹോസ്പിറ്റൽസിന് നേരത്തെ കൂടി ഉണ്ടായിരിക്കണം. അപ്പൊ ഏത് ഡിസാസ്റ്ററും ഉണ്ടായിട്ടല്ല, ഇപ്പൊ തീപിടുത്തം ഉണ്ടാകുമോ, വെള്ളപ്പൊക്കം വരുമോ, ഭൂമി എർത്തുക്വേക്ക് ഉണ്ടാകുമോ, സുനാമി വരുമോ എന്നൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. ചിലതൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വരുന്നത്, നേരത്തെ കൂട്ടി നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ വരുമ്പോ അത്ര സമയത്ത് ഹൗ വെൽ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്, നമ്മൾ നേരത്തെ തന്നെ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. അതാണ് അവരുടെ പ്ലാനിങ്ങിൽ അവർ ഉൾപ്പെടുത്തേണ്ടത് ഹോസ്പിറ്റൽസ്. ഓക്കെ, ദെൻ പ്രിപ്പറേഷൻ ആണ് ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. ഒരു റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ ഉണ്ടാക്കി വെക്കുക, എഴുതി വെക്കുക, ഇന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം എന്താണെന്നറിയോ, ഇത് ആരുടെ ഡ്യൂട്ടിയാണ്, ഇന്ന കാര്യം ചെയ്തത് ആരാണ്. അപ്പൊ അതിനൊക്കെ ഒരു എന്താ പറയാ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് വരുമ്പോ ഭയങ്കര ക്ലാഷസ് വരും. സോ ആരാണ് എന്ത് ചെയ്യണം എന്നൊക്കെ ആ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് വരും, എന്താ കൺഫ്യൂഷൻസ് വരും. സോ ടു അവോയ്ഡ് ഓൾ ദീസ് തിങ്സ്, അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും ക്ലാരിറ്റിയും ഒക്കെ ഇല്ലാതാക്കാനും കുറയ്ക്കാനും ഒക്കെ അവർ എന്ത് ചെയ്യാം, അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു റിട്ടേൺ ഒരു ഡോക്യുമെന്റ് പോലെ ഒരു മാനുവൽ പോലെ എഴുതി തയ്യാറാക്കണം. സോ ഹോസ്പിറ്റൽസ് ഡിസാസ്റ്റർ പ്ലാനില് റിട്ടേൺ ഡൗൺ ഡോക്യുമെന്റ് ഷുഡ് ബി ദർ ആൻഡ് ഓൾസോ ദ കോപ്പീസ് ഓഫ് ദാറ്റ് documents have to be given available to all areas of the hospital. ഇങ്ങനെ എഴുതി തയ്യാറാക്കി വെച്ചാൽ മാനുവൽ എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒരേ കോപ്പിയും കൊടുക്കണം. കാരണം ഇപ്പൊ ഒരു ഡിസാസ്റ്ററിൽ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു, ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ഒരു എന്തെങ്കിലും ഡിസാസ്റ്റർ പ്ലാനിന്റെ ഒരു മാനുവൽ ഉണ്ട്, ഒരു റിട്ടേൺ കോപ്പി ഉണ്ട്. അവരത് വെച്ച് നോക്കും നമുക്ക് ഇവിടെ എന്താ പങ്ക്, നമ്മളിവിടെ ഈ ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് നമ്മളുടെ എന്താ പറയാ റോൾ എന്താണ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് അറിയാൻ പറ്റും അതിനകത്ത് നോക്കിയാല്, മനസ്സിലായോ. അപ്പൊ എല്ലാ ഏരിയാസിലേക്കും അതിന്റെ ഒരേ കോപ്പിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ തയ്യാറാക്കി വെക്കണം. അല്ലാണ്ട് ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ടല്ല അയ്യോ നീ ഇന്നത് ചെയ്യണമായിരുന്നു, നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ അന്നേരം തരംതിരിക്കാനോ ഓരോ സ്റ്റാഫിന് അവരവരുടെ ഡ്യൂട്ടീസ് അലോട്ട് ചെയ്ത് കൊടുക്കാനൊന്നും നമ്മുടെ സമയമില്ല. അവിടെ നമ്മൾക്ക് ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് അത് അറിഞ്ഞ് അവർ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിച്ചാൽ ഓരോ സ്റ്റാഫിനും അവരവരുടെ ഡ്യൂട്ടീസ് ആ കറക്റ്റ് ആയിട്ട് എന്താ പറയാ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അപകടങ്ങളെ ഒഴിവാക്കാം, കൂടുതൽ ലൈഫ് സേവ് ചെയ്യാം, കൂടുതൽ അല്ലെ എത്രയും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു റിട്ടേൺ മാനുവൽ ഷുഡ് ബി ദർ. എല്ലാ ഹോസ്പിറ്റൽസിലും അതിനുവേണ്ടി അത് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? അത് ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ദ ഡിസാസ്റ്റർ പ്ലാൻ ഹാസ് ടു ബി written down in a document form and copies of the same have to be available in all areas of the hospital. Okay, and the next one, other than that, staff education and training. തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽസില് ഡിസാസ്റ്റർ വിക്ടിംസിനെ കൊണ്ടുവരുമ്പോൾ ഹൗ ടു ആക്ട് അല്ലെങ്കിൽ വാട്ട് ടു ഡു എന്നുള്ളത് ഇങ്ങനെ കുന്തമൊഴി നോക്കി നിൽക്കാൻ പറ്റാതെ എല്ലാവരും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർക്ക് ഒരു ട്രെയിനിങ്,
ഇറ്റ്സ് വെരി നെസസറി അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്റർ എമർജൻസി മാനുവലിനകത്ത് എന്താ പറയാ സ്റ്റാഫുകൾ വാട്ട് ടു ഡു അവരെല്ലാത്തിനെയും കുറിച്ച് അറിയണം. അപ്പൊ ഈ മാനുവലിൽ നോക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് വാട്ട് ദേ ഹാവ് ടു ഡു അവരെങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് അവർക്കത് കാണിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് സച്ച് ആസ് മോക്ക് ഡ്രിൽസ് ഒക്കെ പോലെ അല്ലെ, ഡ്രിൽസ് ചെയ്യില്ലേ? ഡ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മള് ഫയർ എസ്കേപ്പ് ചെയ്യുന്ന മോക്ക് ഡ്രിൽസ് ഒക്കെ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഫയർ ഒക്കെ ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളെ എങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ആവണം അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? പല വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ലേ? വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യില്ല. ഒരു ദിവസമൊക്കെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പഠിക്കാൻ ഉണ്ടാവുമായിരിക്കും. പോകെ ഒരു വർഷത്തിലൊരിക്കലൊക്കെ ഒരു എന്താ പറയാ ഏതെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? അത് ശരിക്കും ഇല്ല, പക്ഷെ എങ്കിലും അതാണെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള എല്ലാ സ്റ്റാഫും കൂടി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഹൗ വി വിൽ ആക്ട് എന്നുള്ളത് അത് അഭിനയിക്കണം. അതൊരു വൺസ് ഇൻ എ ഇയർ ചെയ്യണമെന്ന് നാബ് പറയുന്നുണ്ട്. നമ്മളുടെ അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് മുമ്പേ അവർ പറയുന്നത് എങ്ങനെയുള്ള കാര്യം ചെയ്തിരിക്കണമെന്നാണ് നാബ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വൺസ് ഇൻ എ ഇയർ ഈ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ ഹൗ യു വിൽ ആക്ട് അതൊന്ന് ചെയ്ത് അവരെ പരിശീലിപ്പിക്കുക. അതൊക്കെ ഒരു പരിശീലനത്തിന്റെ ഭാഗമാണ്. അപ്പൊ എങ്ങനെയുള്ള ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരതനുസരിച്ച് പ്രവർത്തിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാഫ്, അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സ്റ്റാഫ് they have to play an important role. അവർക്കും ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനായിട്ട്. അതുകൊണ്ട് they should be given proper training. All the staff should be ready. അവർക്ക് എന്ത് ജോലി അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഡിസാസ്റ്ററിന്റെ സമയത്ത് ഈ കിട്ടിയ ട്രെയിനിങ് അനുസരിച്ച് ഏത് കാര്യങ്ങളാണെങ്കിലും അത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊള്ളണം. കറക്റ്റ് ആയിട്ട് അതിന് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്കില്ല്, ടെക്നിക്കലായിട്ട് ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാനായിരിക്കാം പെട്ടെന്നൊക്കെ. അപ്പൊ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങളും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ they have to act. എല്ലാ പാർട്ടികളും സ്റ്റാഫുകളും ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിക്കൊള്ളണം. ക്ലിയർ ആയോ? യെസ്, ഞാൻ പറയാം. ആ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇറ്റ് ഈസ് വെരി നെസസറി for the staff to know about and get trained in using the hospital disaster emergency manual. എല്ലാവർക്കും ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ എമർജൻസി മാനുവൽ ഉപയോഗിക്കാനും അത് അനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ട്രെയിനിങ് ഹോസ്പിറ്റൽസിലെ എല്ലാ സ്റ്റാഫ്സിനും ലഭിച്ചിരിക്കണം. ഓക്കെ, most of the അടുത്ത സെന്റൻസ് ഇതാണ്. most of the existing categories of health staff, എല്ലാ ഹെൽത്ത് കെയറിനകത്തുള്ള ഏത് കാറ്റഗറിയിൽപ്പെട്ട ഹെൽത്ത് സ്റ്റാഫ് ആണെങ്കിലും are needed to play a major role in the disaster management. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് a hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. എല്ലാ ഹോസ്പിറ്റൽസിലും തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു ഡിസാസ്റ്റർ ഡ്രിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ആക്ട് ചെയ്ത് കാണിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഡ്രില്ല് അവർക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. And the last sentence, the objective of mock drill. Mock drill ഉദ്ദേശം എന്താണ്? To assess the emergency preparedness plan of the organization and scrutinize standard operating procedure so that concerned persons would perform their duties in an effective manner while keeping in company's life and property. അതായത് അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ ഓരോ ലൈഫ് എന്ന് വെച്ചാൽ ഓരോരുത്തരെയും ഏത് രീതിയിലൊക്കെ നമുക്ക് നല്ല ശരിയായ രീതിയിൽ അതിലേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അറിവ് മനസ്സിലാവും. അവിടുത്തെ വസ്തുക്കളാണെങ്കിലും മനുഷ്യന്മാരുടെ ജീവനാണെങ്കിലും എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തിട്ട്
ഫസ്റ്റ് സെന്റൻസ് എല്ലാം ചെയ്യാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് സെന്റൻസ് ഇത് ആ സ്റ്റാഫ് എഡ്യൂക്കേഷനിലാണ് കേട്ടോ. ഇറ്റ് ഈസ് നെസസറി ഫോർ ദ സ്റ്റാഫ് ടു നോ അബൌട്ട്, അത് വേണം. പിന്നെ മോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് എന്നുള്ളത് വേണം. പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ അത് വേണം. പിന്നെ ദ ഒബ്ജക്റ്റീവ് ഓഫ് മോക്ക് ഡ്രിൽ എന്നുള്ളത് വേണം. 4 സെന്റൻസ് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ദിവസം എടുക്കാം. നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. 1-2 പ്രാവശ്യമൊക്കെ വായിച്ചാൽ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിസാസ്റ്റർ അല്ലേ. അടുത്ത ദിവസം വീണ്ടും ഞാൻ ദുരന്തവുമായിട്ട് വരാം കേട്ടാ. ഓക്കെ, സി യു. താങ്ക് യു, ബൈ. പേര് ഞാൻ അങ്ങനെ അവരുടെ താഴെ വെറുതെ പറഞ്ഞതാണ്.